എത്തുന്ന സമയത്ത് കാണുന്നത് എന്താണ്? മിനിയാന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞു വന്ന പുതുനാരി അവൾ വീട്ടിന്റെ മുറ്റത്ത് ഇറങ്ങി നിൽക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, സ്വഹാബിക്ക് ചൂടാകുന്നു. പെണ്ണേ, അല്ലാഹ് പറഞ്ഞിട്ടില്ലേ സ്ത്രീകൾ വീട്ടിലടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന്? നീ എന്താണ് വീട്ടുമുറ്റത്തിറങ്ങിയതെന്നാണ് ചോദ്യം. സുബ്ഹാനല്ലാഹ്, ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് നമ്മളെ മനസ്സിൽ ഇപ്പോൾ ഓടി വരും. നമുക്കിത് കേൾക്കുമ്പോൾ പുതുമ തോന്നും, എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്. മുറ്റത്ത് ഇറങ്ങി നിൽക്കുന്ന സ്ത്രീയോട്, ഭാര്യയോട് സ്വഹാബി ചൂടാവുകയാണ്, നീ എന്താ മുറ്റത്തിറങ്ങിയത്? അപ്പൊ പറയുന്നു, എന്നെ തല്ലല്ല, എന്നെ ശകാരിക്കല്ല, നിങ്ങൾ വീട്ടിന്റെ അകത്തേക്ക് കയറി നോക്കൂ. സ്വഹാബി കയറി നോക്കുമ്പോൾ ആ വീട്ടിൽ തന്റെ റൂമിൽ, അറയിൽ വലിയൊരു സർപ്പമുണ്ട്. ആ സർപ്പത്തെ കണ്ടതുകൊണ്ടാണ് ഭാര്യ പുറത്തിറങ്ങി വന്നത്. ആ സർപ്പത്തെ മഹാനവറുകൾ കയ്യിലുള്ള ദണ്ടുകൊണ്ടടിച്ചു. അടിച്ചപ്പോൾ സർപ്പം ചത്തുപോയി, സ്വഹാബിയും മരിച്ചുപോയി. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിന്നെ പറയുന്നു. എന്നിട്ട് ആ സ്വഹാബി, അയാൾ നല്ല യോദ്ധാവായിരുന്നു, നമുക്ക് വലിയ പ്രവർത്തകനായിരുന്നു, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിൽ എന്ന് സ്വഹാബത്ത് ആഗ്രഹം പ്രകടിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: ഇന്ന ഫിൽ മദീനത്തി ലഅവാമിറ, അല്ലെങ്കിൽ ഇന്ന ഫിൽ ബുയൂത്തി ലഅവാമിറ. സ്വഹാബികളെ, നമ്മളെ ഈ മദീന പ്രദേശത്ത് അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരുടെ വീടുകളിലും അവരെ വീട്ടിൽ ചുറ്റിപ്പറ്റി താമസിക്കുന്ന ചില ജിന്നുകൾ ഉണ്ട്. പാമ്പിന്റെ കോലത്തിൽ അത് വന്നേക്കും. അതുകൊണ്ട് തന്നെ പാമ്പിനെ വീട്ടിൽ നിങ്ങൾ കണ്ടാൽ 3 ദിവസം അതിനോട് പോകാൻ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ലാതെ പെട്ടെന്ന് അടിക്കരുത്. അങ്ങനെ അടിച്ചതാണ് ഈ സ്വഹാബിക്ക് പറ്റിയത്. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ച സഹാബികള്, ആ സഹാബികളുടെ ഭാര്യമാര്, അവരുടെ ശ്രദ്ധ, ഭാര്യമാരെ അവര് ശ്രദ്ധിച്ചതും എത്ര കടുപ്പത്തിലാണ്. വീട് വിട്ടെവിടെയും അവര് പോകാറില്ല. അങ്ങനെയാണ് യഥാർത്ഥ ജീവിതം. അങ്ങനെയാണ് നമ്മളെ പഴയ ഉമ്മമാര് ജീവിച്ചത്. അതുകൊണ്ട് അവർക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ല. ഇന്ന് അത്രയൊന്നും ആകില്ല, ഉറപ്പാണ്. എന്നാലും കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലല്ലേ അവര് കിടക്കുന്ന സ്വർഗത്തിൽ നമുക്കും എത്താൻ കഴിയുകയുള്ളൂ. ഇത് ഇരുചക്രവാഹനം എല്ലാ വീട്ടിലും വാങ്ങിയിട്ടുണ്ട്. സ്ത്രീകൾ യഥേഷ്ടം രാവിലെ തന്നെ ഇറങ്ങുകയാണ്. വീട്ടിലുള്ള മക്കളെ സ്കൂളിലും മദ്രസയിലും പറഞ്ഞേച്ച് പിന്നെ വീട് കാലിയാണ്. ഉടനെ അതാ വണ്ടിയും എടുത്തിറങ്ങുകയാണ്. ഒരൊറ്റ ദിവസവും വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല. ഇത് ശൈത്താന്റെ ദുർമന്ത്രമാണെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ നിങ്ങൾക്ക് നന്ന്. അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ അല്ലാഹ് പറഞ്ഞതാണെന്ന ബോധം വേണം. നാട്ടിൽ 10,000 അങ്ങനെ ചെയ്യുന്നില്ലേ, എല്ലാരും അങ്ങനെയല്ലേ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നമ്മൾ റബ്ബ് എന്ത് പറഞ്ഞോ അതാണ് നോക്കേണ്ടത്. റബ്ബിന്റെ നിയമം കാറ്റിൽ പറത്തി പരസ്യമായി പിച്ചി ചീന്തിയാൽ അത് കേവലം ഒരാളൊരു രഹസ്യമായി തെറ്റ് ചെയ്യും പോലെയല്ല. റബ്ബിന്റെ ദീനിനോട് നമ്മൾ മത്സരിക്കരുത്. അല്ലാഹുവിന്റെ ദീന് നാം പിച്ചി ചീന്തരുത്. റമദാനിന്റെ പകലിൽ നമ്മളെ നാട്ടിൽ മുസ്ലിങ്ങൾ നടത്തുന്ന ഹോട്ടലുകൾ നടത്താറില്ലല്ലോ. റമദാനിന്റെ പകലിനെ പിച്ചി കച്ചവടം ചെയ്താൽ നല്ല ലാഭം കിട്ടും, പറഞ്ഞിട്ട് കാര്യമില്ല. റബ്ബിന്റെ നിയമമാണ്. നമ്മൾ ഭക്ഷിക്കാൻ പാടില്ലാത്തതുപോലെ റമദാനിന്റെ പകലിൽ ആർക്കും നമ്മൾ ഭക്ഷിപ്പിക്കാനും പാടില്ല. കാലം മുതലേ ഹോട്ടലുടമകൾ റമദാനാകുമ്പോഴേക്കത് പൂട്ടിക്കഴിഞ്ഞിനി റമദാനിന്റെ ശേഷം രാത്രി ഭക്ഷണം കൊടുത്തുകൂടെന്നല്ല ഞാൻ പറഞ്ഞത്. പകൽ സമയത്ത് പണ്ടേ നമ്മൾ